പ്രതിപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ വൈകാരികതയെ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കുടിലമായ താൽപ്പര്യങ്ങൾക്കായി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു. അക്കാലത്ത് ഇതെല്ലാം തുറന്നു പറയാതിരുന്നത് കലാപത്തിലേക്ക് പോകാതിരിക്കാനാണെന്നും അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉയർന്നപ്പോഴും പ്രതിപക്ഷം പക്ഷേ നമ്മുടെ ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രൊജക്റ്റിനെ അതിനെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള സമീപനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? നമ്മൾ എല്ലാ വിഭാഗത്തെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടാണ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഇടക്കാലത്ത് അവിടെ ഉയർന്നു വന്ന സമരം, ആ സമരത്തിൻ്റെ പിന്നിലാരെന്ന് പരിശോധിച്ചപ്പം അവിടെ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ നിഴൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് പരസ്യമാക്കി പറഞ്ഞ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കണ്ട എന്ന നിലക്ക് അന്ന് അങ്ങനെ പരസ്യമായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ വിഴിഞ്ഞത്ത് ഇപ്പോൾ പോർട്ട് വരരുത് എന്നാഗ്രഹിച്ച ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഈ പ്രതിപക്ഷം പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി അത് ഇത്രയും വികസന സാധ്യതയുള്ളൊരു പദ്ധതി പ്രതിപക്ഷം എതിർക്കണമെങ്കിൽ സ്വാഭാവികമായും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മാത്രമല്ല LDF സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യരുത് എന്നുള്ളൊരു വാശി അവർക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. അന്ന് അവർ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച ചില വ്യവസ്ഥകളോട് അന്നും ഇന്നും LDFന് എതിർപ്പുണ്ട്. LDFൻ്റെ അഭിപ്രായത്തിൽ ഇത്തരമൊരു പോർട്ട് പൊതുമേഖലയിലാണ് വരേണ്ടിയിരുന്നത്, ഒരിക്കലും ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഉടമസ്ഥയിലായിരുന്നില്ല വരേണ്ടത്. ആ അഭിപ്രായം നിലനിൽക്കെ തന്നെയാണ് നേരത്തെയുള്ള ഗവൺമെൻറ് ഒപ്പുവെച്ച ഒരു കൺസെഷൻ അഗ്രിമെൻറ്റ് പാലിക്കുക എന്ന ധാർമ്മികമായ ബാധ്യത നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഈ ഗവൺമെൻറ് നീങ്ങുന്നത്. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നത് LDF ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് UDFന് ലഭിക്കില്ല എന്നതുകൊണ്ടാണ് ഇതിനെതിരായ നിലപാടിലേക്ക് UDF വന്നിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം വിഴിഞ്ഞത്തുണ്ടായതൊരു കലാപത്തിന് സമാനമായ സാഹചര്യം, പോലീസ് സ്റ്റേഷൻ അടക്കം ആക്രമിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടിലമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയതയെ പരിപോഷിപ്പിച്ചാൽ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് മാറിപ്പോകും. ഉത്തരേന്ത്യ പോലെ ഒരു വിഷലിപ്തമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ചില ദുഷ്ടശക്തികളാണ് അത്തരം സമരങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കടലോര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവെ വൈകാരികത കൂടുതലാണ്. കാരണം ടെൻഷൻ പിടിച്ചവരുടെ ജോലിയും ജീവിത സാഹചര്യങ്ങളുമായിരിക്കാം അവരെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ചില ആളുകൾ ശ്രമിച്ചു എന്നത് പിൽക്കാലത്ത് നമുക്കൊക്കെ തന്നെ ബോധ്യമായതാണ്. സമരമുഖങ്ങളിൽ പരസ്യമായി അത്തരമൊരു പ്രസ്താവന നടത്തി ഒരു പ്രശ്നം വഷളാക്കരുത് എന്നതുകൊണ്ടാണ് അന്ന് പരസ്യമായി അങ്ങനെ ഞങ്ങൾ പ്രഖ്യാപിക്കാതിരുന്നത്. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാമായിരുന്നു. അതോടൊപ്പം അടിസ്ഥാന വർഗം എന്ന നിലക്ക് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് LDF ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി ഞങ്ങൾ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പോലും ഞങ്ങൾ പറഞ്ഞതാണ്, അത് പാലിക്കപ്പെടേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇതിൻ്റെ പേരിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നയമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.